ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യനായ സുഹൃത്ത് ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഉമംകുളം യൂണിറ്റ് പ്രവർത്തകർ, എളിയ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ലോകം അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ലോകം അവസാനിക്കുമെന്നത് തീർച്ചയാണ്. ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ മതങ്ങൾക്കപ്പുറത്തുള്ള വീക്ഷണങ്ങളും ശാസ്ത്രത്തെ മാത്രം അവലംബിക്കുന്ന തത്വങ്ങളും ഒരുപോലെ പറയുന്നുണ്ട്, ലോകം അവസാനിക്കും. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ആർണൾഡ് ബൂത്രോയുടെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ സമർത്ഥിക്കുന്നത് 200 കൊല്ലം പോലും ഈ ഭൂമിക്ക് ഇനി ആയുസ്സുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. പ്രത്യക്ഷത്തിൽ ഭൗതികമായ നിഗമനങ്ങൾ അങ്ങനെ നാം കാണുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ നമ്മുടെ ദുനിയാവിൻ്റെ ഭാവി ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടാ പോയത്. ഖിയാമത്ത് നാളിന് ധാരാളം അടയാളങ്ങളുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രധാന അടയാളമാണ് ഈമാനുള്ള മനുഷ്യന്മാര് മക്കയിലും മദീനയിലും മാത്രം ഉണ്ടാവൂ, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പരിസരത്ത് ആളുകൂടിയിരിക്കുക, എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോ ചെരുപ്പ് മോഷണം പോയി, ഇശ നിസ്കരിക്കാൻ വന്ന ആരോ കൊണ്ടുപോയി. അപ്പൊ ക്യാമറ ഇല്ലാത്തോടത്തെ ചെരുപ്പ പോയത്, ക്യാമറ ഉള്ളോടത്ത് എന്തായാലും പോവില്ല. അള്ളാനെ പേടിക്കുന്നതിനേക്കാളും ക്യാമറയെ പേടിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാച്ച് പോയി, അത് ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്ത ഭാഗത്തുനിന്നാണ് പോയിട്ടുള്ളത്. ആരാ എടുത്തതെന്ന് മനസ്സിലായില്ല, കുറച്ച് ലോങ്ങിലായി പോയി. ഇവിടെ ഈമാൻ എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകം മനുഷ്യന്റെ മനസ്സിൽ ഇല്ല എന്നതാണ്. ഈമാൻ ഇല്ലാതെ ചെയ്യുന്ന അമലുകൾ അല്ലാഹു കബൂലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവല വിശ്വാസം അല്ല, അതൊരു അനുഭവമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മുന്നിൽ മധുരം എന്നത് അനുഭവിച്ചവരും രുചിച്ചവരുമാണ് ഉള്ളത്. ഒരാൾ മധുരത്തെ അറിഞ്ഞത് തേൻ കഴിച്ചപ്പോഴാണ്. അയാളോട് ചോദിച്ചു, മധുരമുണ്ടോ എന്ന് ചോദിച്ചാൽ മധുരം എന്ന അനുഭവം ഉള്ള ആള് ആ ചോദിക്കപ്പെട്ട കാര്യത്തിൽ ഉണ്ട് എന്ന് മറുപടി പറയുന്നത് അയാളുടെ മനസ്സിൽ പതിഞ്ഞ തേൻ എന്ന ആ പദാർത്ഥത്തിന്റെ മധുരമാണ്, ഉണ്ടെന്ന് പറയാം. ചിലരനുഭവിച്ച മധുരം പഞ്ചസാരയുടേതാവാം, ചിലരനുഭവിച്ചത് ശർക്കരയുടേതാവാം, അങ്ങനെ പലതും. അത് അനുഭവിച്ച ആൾക്ക് ഉണ്ടെന്ന് പറയും. ഏത് വിധേനയും ഒരു മധുരത്തെ പരിചയപ്പെടുത്താൻ കഴിയും. എന്നാൽ മധുരം എന്നത് അനുഭവമില്ലാത്ത ആൾ അതേക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല, അത് അനുഭവമാണ്. ഈമാൻ അനുഭവമാണ്. സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതൊരു മധുര. അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. പ്രിയപ്പെട്ടത് അള്ളയാണ്, റസൂലാണ്, അതിനപ്പുറമൊന്നുമില്ല. അങ്ങനത്തെ ഒരു വൈകാരികമായ അവസ്ഥയെത്താ എന്നതാണ് മധുരം. അതിനൊരു മധുരം. അല്ലെങ്കിൽ എങ്ങനെയാ ഫലസ്തീനിലെ ആളുകൾ സുബഹി നിസ്കാരത്തിന് മുമ്പ് അവർക്കൊരു ഉറക്കം ഉണ്ടാവണ്ടേ? എങ്ങനെയാ ഫലസ്തീനിലെ ആളുകൾക്ക് കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവണ്ടേ? അവർ സർവ്വതും ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിലാണ്.
അള്ളാഹ് എന്ത് ഞങ്ങളിൽ തീരുമാനിച്ചു അത് അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ അതിന് തയ്യാറാണ്. ആ സമർപ്പിത ബോധം, ആ സമർപ്പണ ബോധം, ഈമാൻ എന്നതിനെ കാണാൻ, ഈമാൻ എന്നതിനെ അറിയാൻ, മരിക്കുമെന്ന് ഉറപ്പുള്ളതായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മോമിനിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഹദീസിൽ കാണാം, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്ന പോലെ ഈമാൻ ഉള്ളവർ എവിടെ എന്ന് ചോദിച്ചാൽ അത് മദീനയിലും മക്കയിലും പരിസരങ്ങളിലും മാത്രം. ഹദീസിൽ മദീന എന്ന് പറഞ്ഞാലും അതിന്റെ വ്യാഖ്യാനത്തിൽ മക്ക എന്നതും കൂടി ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈമാൻ എന്നത് നമുക്ക് അല്ലാഹ് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു അടയാളം ഉണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് കേട്ടാൽ ഉള്ളിൽ ഒരു നെഞ്ചെടുപ്പ് കൂടുന്ന അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെന്ന് ഖുർആൻ. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ. ഈമാനുണ്ടോ? അടയാളമുണ്ട്, തിരിച്ചറിയാം. എങ്ങനെ? അല്ലാന്ന് കേട്ടാൽ. അല്ലാന്ന് കേട്ടാലല്ല, അള്ളാഹുവിനെ ബോധ്യപ്പെടുന്ന പലതും മുന്നിൽ കണ്ടാൽ പോലും ഒരു കുലുക്കമല്ലാത്ത അവസ്ഥയെങ്കിൽ ഈമാൻ കുറവാണെന്നല്ല, ഇല്ലെന്ന. എന്തൊക്കെയോ ഒരു അനുഗ്രഹം, എവിടെ നിന്നൊക്കെയോ ഈ ഒരു രൂപവും കോലവും കെട്ടാൻ വേണ്ടി നമുക്ക് ഒരു നിയോഗം. അത് വാപ്പ മുസ്ലിമായതിന്റെ പേരിലോ, ഉമ്മ മുസ്ലിമായതിന്റെ പേരിലോ, നാട്ടുകാർ മുസ്ലിമീങ്ങളായതിന്റെ പേരിലോ എവിടെയൊക്കെയോ നമുക്കൊരു ഭാഗ്യം കിട്ടി. ഒരു തീപ്പൊരി നമ്മുടെ ഹൃദയത്തിൽ വന്നു, അതിന് ഈമാൻ എന്ന് നമ്മൾ പറയുമായിരിക്കും. തീപ്പൊരിയാണെന്ന് സങ്കല്പിച്ചോ, എന്നാൽ അതിനൊരു തീപ്പന്തമാക്കാൻ കഴിയും. വലിയ സ്ഫോടനങ്ങൾക്ക് വരെ കാരണമാകുന്ന മാരകമായ രാസ വസ്തുക്കൾ, രാസ ആയുധങ്ങൾ, വലിയ സ്ഫോടനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നത് ഒരു തീപ്പൊരി മാത്രമാണ്. നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗ വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ തീപ്പൊരി കൊണ്ടാണ്. ആ ഒരു ചെറിയ തീ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അത് വലിയ ഒരു തീനാളത്തെ, മണിക്കൂറുകളോളം നല്ല ജ്വലനശേഷിയുള്ള ഒരു തീനാളത്തെ സമ്മാനിക്കുന്നു. ഈമാൻ അങ്ങനെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ മുഖദ്ദിമ തന്നെ ഇന്നൽ ഈമാന യസ്ദാദു വയംഖുസു എന്ന. ഈമാൻ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ഇതൊരു വലിയ ചർച്ചയാണ്. കൂടും കുറയും, കൂടും കുറയും. എന്നാൽ ഈ കുറയ എന്നതിലേക്ക് ചിന്തിക്കേണ്ട, കൂടാനുള്ളത് മാത്രം ആലോചിച്ചിരുന്നു മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാഴ്ച കണ്ട ആളാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതങ്ങൾ എത്ര കണ്ടാലും നമ്മുടെ ഉള്ളിലൊരു കുലുക്കോല. അള്ളാനെ കാണാൻ ഈ ഭൂമിയിൽ അവന്റെ സൃഷ്ടിയായ ഏതൊന്നിനെ കണ്ടാലും അള്ളാനെ ബോധ്യപ്പെടുന്ന നിഷേധിയായ ഒരു മതനിഷേധിയായ ആളോട് അള്ളാഹ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മഹാന്മാർ പറഞ്ഞ ഒരടയാളം, മരുഭൂമിയുടെ വിജനതയിൽ ഒട്ടകത്തിന്റെ ചാണകം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് എന്ന് ചോദിച്ചു. അത് ഒട്ടകത്തിന്റെ ചാണകമാണ്. കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ ഒട്ടകത്തിന്റെ കാലടയാളം കണ്ടു. അതെന്തെന്ന് ചോദിച്ചു. അപ്പോഴും ആ നിഷേധി പറഞ്ഞു, ഒട്ടകത്തിന്റെ കാലടയാളം. ഈ ചാണകവും ഈ അടയാളവും കണ്ടാൽ നീ ഇതിൽ നിന്നും എന്ത് വിലയിരുത്തുമെന്ന് ചോദിച്ചപ്പോ ഇതിലൂടെ ഒരു ഒട്ടകം പോയി, ഇവിടെ ഒരു ഒട്ടകത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിലയിരുത്തും. എന്നാൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അല്ലാഹ്
മനസ്സിൽ കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥയിൽ ഉള്ള ആൾക്കാ ബുദ്ധിയുള്ളവൻ എന്ന് പറയാ എന്ന് ഖുർആൻ. യഥാർത്ഥ ബുദ്ധി വർക്ക് ചെയ്തത് അവിടെയാണ്. മുമ്പൊരിക്കൽ ഒരാൾക്ക് മാനസിക രോഗമായിരുന്നു. അയാള് സെല്ലിൽ അടയ്ക്കപ്പെട്ടു. സെല്ലിൽ നിന്നും പുറത്തു വന്നപ്പോ അയാൾ പറഞ്ഞു, രോഗം മാറി, രോഗം ഭേദമായി, സെല്ലിൽ നിന്നും പുറത്തു വന്നതാ. അപ്പൊ അയാൾ പറയാ, ഞാൻ ആ സെല്ലിൽ കിടന്ന കാലഘട്ടത്തിൽ ആ ഇരുമ്പഴികൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. യഥാർത്ഥത്തിൽ ഭ്രാന്ത്, ശരിയായ ബുദ്ധി സെല്ലിന് പുറത്തുള്ള ആളുകൾക്കായിരുന്നു, അകത്തുണ്ടായിരുന്ന ആൾക്കാണോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന, നമ്മുടെ മുന്നിൽ നിർജീവം എന്ന് പറയാവുന്ന വസ്തുക്കളെ ബോധ്യപ്പെടുന്ന അവസ്ഥയ്ക്ക യഥാർത്ഥത്തിൽ ഫിക്ർ എന്ന് പറയാം. ഫിക്ർ എന്നത് എപ്പോഴും വേണം നമുക്ക് ചിന്ത. ഫിക്ർ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ പാവന സ്മരണകളുമായി റബീഉൽ ആഖിർ എത്തിക്കഴിഞ്ഞു. മഹാനവറുകളെ പറ്റി അബു ഹസൻ അലി അൻ-നദവി സാഹിബ് അദ്ദേഹത്തിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവതി ഫിൽ ഇസ്ലാം എന്ന കിതാബിൽ പറയുന്നത്, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങള് അദ്ദേഹത്തിന്റെ ഓരോ നോട്ടങ്ങളിലും ആയിരക്കണക്കിന് ഫിക്റുകളായിരുന്നു. എന്താണിതിങ്ങനെ? അള്ളാഹിനെ ബോധ്യപ്പെടാനുള്ള എത്രയെത്ര കാരണങ്ങൾ. ചെമ്മണ്ണ് പ്രദേശത്ത് ഒരു ചെറിയ ടെന്റ് കെട്ടി മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. അപ്പോഴുണ്ട് ആ ചെമ്മണ്ണിലൂടെ ഒരു പുഴു ഞൊഴഞ്ഞ് പോവാം. ദാവൂദ് നബി ചിരിച്ചു. ആ മണ്ണിന്റെ നിറമുള്ള പുഴു, എന്റെ വക പറയാനല്ല, ഇമാം ഖസാലി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മണ്ണിന്റെ നിറമുള്ള ഈ പുഴു, ഇതിന്റെ സഞ്ചാരം എന്തിനാണ് പടച്ചോനെ ഇതിനൊക്കെ നീ പടച്ചത് എന്നൊരു കൗതുകത്തോടുകൂടെ ദാവൂദ് നബി ചോദിച്ചു. അള്ളാഹു ശകാരിച്ചു ദാവൂദ് നബിയെ. ആരുടെ ഭാഷയിലൂടെ? ആ പുഴുവിന്റെ ഭാഷയിലൂടെ. പുഴു തിരിഞ്ഞു നിന്നു. ദിവസവും സുബഹി മുതൽ മഗ്രിബ് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 1000 വട്ടം ചൊല്ലുന്നുണ്ട് നബിയെ ഞാൻ. ആര് പറയാണ്? ആ പുഴു പറയാണ്. ഇമാം ഖസാലി രേഖപ്പെടുത്തുന്നു. സുബഹി മുതൽ എന്റെ ഈ കൊച്ചു ശരീരത്തിലെ ചെറിയ ശബ്ദം കൊണ്ട് സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്തിനുള്ളിൽ ഞാൻ 1000 വട്ടം ചൊല്ലി തീർക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ 1000 വട്ടം. മഗ്രിബ് മുതൽ അടുത്ത സുബഹി വരെ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന പ്രവാചക പുങ്കവരുടെ പേരിൽ 1000 സ്വലാത്തും ഞാൻ ചൊല്ലുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും വെറുതെയല്ല, ഇതൊന്നും വെറുതെയല്ല. وَكَذَلِكَ نُرِي إِبْرَاهِيمَ مَلَكُوتَ السَّمَاوَاتِ وَالْأَرْضِ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആകാശത്തിന്റെയും ഭൂമിയുടെയും രഹസ്യങ്ങൾ നാം കാണിച്ചു കൊടുത്തു. ലിയകൂന മിനൽ മൂഖിനീൻ. മഹാനവറുകൾ ഇതൊക്കെ കണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയോ? മൂഖിനീൻ എന്ന പദവിയിലെത്താൻ. മൂഖിൻ എന്ന് പറഞ്ഞാൽ യഖീൻ കൂടിയവൻ. യഖീൻ എന്ന് പറഞ്ഞത് എന്താ? ഇൽമുൽ യഖീനുണ്ട്, ഐനുൽ യഖീനും ഉണ്ട്. അവിടെ കുറെ പുക കണ്ടു. പുക കണ്ടാൽ ഉറപ്പ അവിടെ തീയുണ്ട്. പുക കണ്ട ആൾ ഇവിടെ നിന്ന് പറഞ്ഞു അവിടെ തീയുണ്ട്. എന്തുകൊണ്ട്? അയാളുടെ അറിവനുസരിച്ച് പുക ഉണ്ടാകുന്നിടത്ത് തീ ഉണ്ടായിരിക്കുമെന്നതാ. അങ്ങനെയാണ്. എന്നാൽ അത് തീ കണ്ടിട്ടല്ല അയാൾ പറഞ്ഞത്. ഒരാൾ അവിടെ പോയി ആ തീ കാണുകയും ആ തീയിന്റെ പൊള്ളൽ അനുഭവിക്കുകയും ആ തീ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. അതിന്റെ കൂടെ പുകയും അയാൾ അനുഭവിച്ചു. അയാളും ഇത് തന്നെയാ പറഞ്ഞത്. പുകയുണ്ട്, അവിടെ തീയുണ്ട്. ഇത് രണ്ടും രണ്ടറിവാണ്. ഒന്ന് ഐനുൽ യഖീനാണ്, മറ്റത് ഇൽമുൽ യഖീനാണ്. അങ്ങനെയാണ് പല ഇൽമുകളും. അങ്ങനെയാ. മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന ആള്, ഞാൻ ഈ അസൻപുരത്ത് മെഡിക്കൽ ഷോപ്പിൽ ഒരു മെഡിസിൻ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇസഡിൽ തുടങ്ങുന്ന ലെറ്ററാണ് ആ മെഡിസിൻ്റെത് എങ്കിൽ ആ അവിടെ നിൽക്കുന്ന സഹോദരി ആ സ്ലിപ്പുമായിട്ട് ഈ സൈഡിലേക്ക് വരും. ബിയോ എയോ സിയോ ഒക്കെ ആണെങ്കിൽ ആ സൈഡിലേക്ക് പോകും. ലെറ്റേഴ്സിൽ സെൻട്രൽ വരുന്ന ലെറ്റർ ആണെങ്കിൽ നടുവിലേക്ക് പോകും.
അപ്പൊ അത് ABCD അക്ഷരമാല ക്രമീകരണമാണ് ആ അലമാരകളിൽ മരുന്ന് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ അതെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ ഈ സ്ലിപ്പായിട്ട് ആ കടറൂം മുഴുവനും നടക്കേണ്ടി വരും. ഒരു പക്ഷെ അവർക്കുള്ള അറിവ് അല്ല, ഈ സ്ലിപ്പിൽ കാണുന്ന ഈ മരുന്ന് ഇത്ര നേരം കഴിച്ചാൽ ഇന്ന അസുഖം മാറുമെന്ന് അവരുടെ അറിവ് മോശമല്ല. പക്ഷേ ആ സ്ലിപ്പ് എഴുതി കൊടുത്ത ഡോക്ടറും അവരും ഒരുപോലെയല്ല. ഇതുപോലൊരു ബോധ്യപ്പെടൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ കാഴ്ചകൾ മുഴുവനും അള്ളാഹു പടച്ചതെന്ന് ഖുർആൻ. അങ്ങനെ ഒരു ബോധ്യപ്പെടൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില. അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. അല്ലാഹുവിനെ ബോധ്യപ്പെടാണ്, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല അല്ലാഹ്. അല്ലാഹുവിനെ ബോധ്യപ്പെട്ടാൽ പിന്നെ ചോദിക്കുന്നത് സ്വർഗമല്ല. അങ്ങനെയുണ്ട് മഹാന്മാർ സ്വർഗം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ ചോദിച്ചിട്ടുള്ളത് നരക അഭയമാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക, നീ പരിശുദ്ധൻ, അത്ഭുതമാണ് അല്ലാഹ്. സുബ്ഹാന തഅജ്ജുബിന്റെ സീഗയാണ്, അത്ഭുതത്തെ കുറിക്കുന്ന പ്രയോഗമാണ്. ഞാൻ കണ്ടത് അത്ഭുതമാണ് അല്ലാഹ്. നമ്മൾ കടല് കണ്ടവരല്ലേ, കടലിന്റെ വലിപ്പം നമ്മൾ കണ്ടിട്ടില്ല. കടല് കണ്ടു. എങ്ങനെ കണ്ടു? നേരെ മുന്നിൽ അലറി വിളിക്കുന്ന തിരമാലയോളം തള്ളുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന നേർദിശയിലെ കടലിന്റെ അറ്റമില്ലാത്ത ഭാഗത്തിന്റെ ഏതോ ഒരംശം ഒരരുകിൽ നിന്ന് കണ്ടു നമ്മൾ. ഇനി അതിന്റെ അപ്പുറം കടല് തന്നെ. അത് കാണണമെങ്കിൽ നിലവിലെ ഈ കാഴ്ച ഉപേക്ഷിച്ചുകൊണ്ട് കഴുത്തിനെയും കണ്ണിനെയും ഇങ്ങോട്ട് തിരിച്ചേ പറ്റൂ. അപ്പോൾ നേരത്തെ കണ്ടതും അതിനപ്പുറത്തുള്ളതും കാണാതെ പോകുന്നു. ഈ കാഴ്ചയിൽ നിന്നുകൊണ്ട് അള്ളാന്റെ സൃഷ്ടിയായ കടലിന്റെ വലിപ്പത്തെ ആലോചിച്ചാൽ വിളിച്ചു പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക, എന്തൊരത്ഭുതം, ഇത് നീ വെറുതെ പടച്ചതല്ല അല്ലാ. ഇനി പറയാ, അള്ളാനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫഖിനാ അദാബന്നാർ, നിന്റെ നരകത്തിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണേ അല്ലാ. എന്തൊരു വർത്താനാണ് ഈ ആയത്ത്. ഈ ആയത്ത് നിസ്കാരത്തിൽ ഓതൽ പുണ്യമാണ്. ഏത് നിസ്കാരത്തിലെന്നറിയുമോ? ഏകാഗ്രതയുടെ ഒരു നിസ്കാരമുണ്ട്, താല്പര്യമുള്ളവൻ മാത്രം നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. ആർക്കും ബോധ്യം വരാത്ത ഒരു നിസ്കാരം, ആരെയും ബോധ്യപ്പെടുത്താത്ത ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിസ്കരിക്കൽ പതിവുള്ളവന് മാരക രോഗം വരില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നിസ്കാരം പതിവായി നിസ്കരിക്കുന്നവന്റെ പാപം പൊറുക്കണേ എന്ന് ഇനി ഒരു പ്രത്യേക പശ്ചാത്താപത്തിന്റെ പ്രയോഗങ്ങൾ പ്രാർത്ഥനയിൽ വേണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നിസ്കാരം പതിവായി നിസ്കരിക്കുന്ന ആൾക്ക് അവന്റെ പിറ്റേ ദിവസത്തിൽ പാപം ചെയ്യാൻ കഴിയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാ നിസ്കാരം എന്ന് പറയാൻ പറ്റുമോ? എന്താ മിണ്ടാത്തെ? തഹജ്ജുദ് നിസ്കാരം. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിൽ ഹദീസ് പറയുന്നുണ്ട്, തഹജ്ജുദ് നിസ്കാരത്തിൽ അല്ലാഹനെ ശരിക്കും ബോധ്യപ്പെടാം. അതിന് ഈ ആയത്തുകളെ ഓതാം, അത് പുണ്യമായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തുകൾ ബോധ്യപ്പെടുത്തി തരുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുള്ളതായ അത്ഭുതങ്ങൾ ഈമാൻ വർദ്ധിക്കാനുള്ള ചിന്തകളായി, കാഴ്ചകളായി നമുക്ക് മുന്നിൽ വരണമെന്നാണ്. മഹാനായ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം ഭൂമിയിലിരുന്നു കൊണ്ട് അതിന്റെ താഴേക്ക് നോക്കിയാൽ ഈ ഭൂമിയുടെ അകക്കാമ്പ് കാണാമായിരുന്നു. അത്ഭുതമായിരുന്നു. അവർ ആ കാഴ്ചയെ ഉപയോഗപ്പെടുത്തിയത് അള്ളാഹനെ ബോധ്യപ്പെടാൻ വേണ്ടി. മഹാനവറുകൾ ഇവിടെ ഇരുന്നാൽ ആകാശത്തിന്റെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കാണുമായിരുന്നു. ഖുർആൻ വകദാലിക നുരീ ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ്
മഹാനവറുകൾക്ക് ഈ രഹസ്യങ്ങൾ മുഴുവൻ കാണാൻ കഴിയുമായിരുന്നു. വലിയകൂന മിനൽ മുഖ്നിൻ, ഹൃദയത്തിലുള്ള ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകളായിരുന്നു അത്. ഒരുപാട് കാഴ്ചകൾ അങ്ങനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹിനോട് ഒരിക്കൽ ചോദിച്ചു, എനിക്ക് മരിച്ചോരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയൊന്നൊന്ന് ബോധ്യപ്പെടണം. അവലം തുഅ്മിൻ, അങ്ങേക്ക് ഈമാൻ ഇല്ലാഞ്ഞിട്ടാണോ? ഖാല ബല, എനിക്ക് ഈമാനുണ്ട്. വലാകില്ലി യത്മഇന്ന ഖൽബി, എന്റെ ഹൃദയം ഒന്ന് ആ ഈമാനിൽ ശക്തമാവാൻ വേണ്ടി. ഫത്ഹുൽ ബാരിയിൽ ആ ഒരു വാക്കെടുത്ത് വെച്ച് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ലി യത്മഇന്ന ഖൽബി എന്ന് പറഞ്ഞാൽ ലി യസ്ദാദ ഈമാനി, ഈമാൻ കൂടാൻ വേണ്ടി. നമ്മൾ നിസ്കരിക്കും, കുറ്റപ്പെടുത്തല്ല. നമ്മൾ ദിക്ർ ചൊല്ലും, കുറ്റപ്പെടുത്തല്ല. അതിനുശേഷം നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി നമ്മൾ നമ്മുടെ ലോകത്താ. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട്. നിലവിൽ ഈ സമ്പാദിച്ചത് മുഴുവൻ ഓട്ടയുള്ള കലത്തിൽ വെള്ളം കോരിയ പോലെ ഇപ്പുറത്തോടെ കളയാണ്. ഒരു ഉളുപ്പുമില്ല പണയം വെച്ച് പലിശക്ക് പണയം വെക്കാൻ, ഒരു ഉളുപ്പുമില്ല ലോണിന്റെ പിന്നാലെ പോവാൻ. ആരുടെ മുന്നിലാ ഈ ഉളുപ്പ് എന്ന് പറയുന്ന കാര്യമുള്ളത്? അള്ളാന്റെ മുന്നിൽ. ആരുടെ കാര്യമായി പറഞ്ഞത്? എന്റെ കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം. നമ്മളല്ലേ എന്നിട്ട് ഈമാനുള്ളവരെന്ന് പറയാ? അല്ല. ഈമാനുള്ളവര് മക്കയുടെ പരിസരത്തും മദീനയുടെ പരിസരത്തും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നത് കാണാൻ കഴിയുന്ന ഒരു കാലത്തിൽ, ഈമാൻ പരിമിതപ്പെട്ടു പോകുന്ന കാലത്തിൽ, അപ്പോഴാ ഖിയാമത്ത് നാൾ വരാതെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാലഘട്ടത്തിലും ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ളത് ആ സൽക്കർമ്മങ്ങൾ. ഈമാനുള്ള മനുഷ്യൻ കയ്യിലൊന്നും ഉണ്ടായില്ല. അവൻ ഒരു പാവപ്പെട്ടവൻ കൈ നീട്ടിയപ്പോ കയ്യിലില്ല എന്ന് പറയുന്നതിന്റെ കൂടെ ഒന്ന് പുഞ്ചിരിച്ചാൽ, ഈമാനോട് കൂടെയാണോ നീ ചെയ്തത്? നീ കൊടുത്തതിന് തുല്യമായ പ്രതിഫലം. തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ ഖാല റസൂലുള്ളാഹി. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. സഹോദരന്റെ നേരെ പുഞ്ചിരിച്ച് കാണിച്ചാൽ അതിന് സദഖയുടെ പ്രതിഫലം ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാ മഹാന്മാരുടെ ഓർമ്മകളുമായി വരുന്ന ഈ ദിനങ്ങൾ, ശംസുൽ ഉലമയെ ഓർക്കപ്പെടുന്ന ദിനം, കണ്ണിയത്ത് ഉസ്താദിനെ ഓർക്കപ്പെടുന്ന ദിവസം, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ ഓർക്കപ്പെടുന്ന റബീഉൽ ആഖിറിന്റെ 11ാമത്തെ ദിവസം, മഹാനായ ശൈഖ് മുഹീദ്ദീൻ തങ്ങളെ ഓർക്കപ്പെടുന്ന റബീഉൽ ആഖിറിന്റെ 11ാമത്തെ ദിവസം, മഹാനായ കോട്ടുമല ഉസ്താദിനെ ഓർക്കപ്പെടുന്ന ദിവസം, ഒരുപാട് സൂഫിയാക്കൾ അല്ലാഹുവിലേക്ക് യാത്ര തിരിച്ച റബീഉൽ ആഖിറിന്റെ വരവ് ആലോചിച്ചു നോക്കണേ. അവരെല്ലാവരും ജീവിച്ചത് ഹൃദയത്തെ കഴുകുക എന്ന ശ്രമത്തിലൂടെ. എങ്ങനെയാ ഹൃദയത്തെ കഴുകാൻ കഴിയുന്നത്? ഹൃദയത്തെ കഴുകാൻ കഴിയുന്നത് ഖുർആൻ പാരായണം കൊണ്ടാ. ഹൃദയത്തെ കഴുകാൻ കഴിയുന്നത് കഴുകി വെക്കണം, വൃത്തിയാക്കി വെക്കണം. ആ ഹൃദയത്തിൽ നല്ലത് വന്നാൽ ആ നാവിലേക്ക് വരാം. ആ ഹൃദയത്തിലേക്ക് നല്ലത് വരണമെങ്കിൽ ഏറ്റവും നല്ലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞതിലെ ഏറ്റവും നല്ല വർത്തമാനം, ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും നല്ല വർത്തമാനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അഫ്ളലുൽ കലാം ഖുൽതു അന വമൻ ഖബ്ലി, ഞാനും എന്റെ മുമ്പുള്ളവരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വർത്തമാനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നല്ല വർത്തമാനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വിചാരമായി വരണേ. ആ വിചാരം നിലനിന്ന് വന്നാൽ അത് നാവിലൂടെ വരുമേ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പൊന്നുമോന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ടല്ലോ, യാ ബുനയ്യ ഇന്നൽ ഖുലൂബ മസാരിഉ ഫസ്റഅ ഫീഹാ തയ്യിബൽ കലാം ഫഇല്ലം യംബുത് കുല്ലുഹു യംബുത് ബഅദുഹു. സയ്യിദുനാ ലുഖ്മാൻ, മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതൊരു കൃഷിയിടമാണ്. അവിടെ വിത്തിട്ടാൽ ആ വിത്ത് മുളയ്ക്കുന്നത് നാവിലൂടെ എന്ന് സയ്യിദുനാ ലുഖ്മാൻ. അങ്ങനെയാണ് ഹൃദയം നന്നായാൽ നാവ് നന്നാവും. നാവില് നല്ലത് വന്നില്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, നിന്റെ മനസ്സിലിരിപ്പാ ഞാനാ കേട്ടത്. അങ്ങനെ പറയൂലോ, നിന്റെ മനസ്സിലിരിപ്പല്ലേ ഇപ്പൊ നീ പറഞ്ഞത്. മനസ്സിലിരിക്കുന്നത് നാവിൽ വരും.
മനസ്സിലിരിക്കുന്ന നാവിൽ ഒരു കളങ്കമില്ലാത്ത കൊച്ചുമക്കൾ മനസ്സിലിരിക്കുന്ന അവരുടെ നാവിലൂടെ വരുന്ന കേൾക്കുമ്പോൾ ആ നിഷ്കളങ്കതയാണ് സത്യസന്ധമായ വാക്ക് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഹൃദയത്തിന്റെ അകത്തേക്ക് ഏറ്റവും നല്ലൊരു വർത്താനം കയറണം. ഏറ്റവും നല്ല വർത്താനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കയറിയാലാ നമുക്ക് അവസാനം അത് പറയാൻ കഴിയൂ. അത് നാവിന്റെ തുമ്പിൽ വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് നിസ്കാരത്തിൽ നമ്മൾ അലംഭാവമുള്ളവരാം. നമ്മൾ നന്നാവണമെങ്കിൽ നിസ്കാരം തന്നെ ഒന്ന് കൃത്യമായി ശ്രദ്ധിച്ചാൽ മതി എന്ന് പരിശുദ്ധ ഖുർആൻ. എന്താ പറഞ്ഞ? നിസ്കരിക്കുന്നില്ല എന്നല്ലോ പറഞ്ഞത്. നിസ്കാരത്തിൽ വീഴ്ചകൾ ഉണ്ടെന്നാ പറഞ്ഞത്. വീഴ്ചകൾ പരിഹരിക്കാം, എന്നാൽ നമ്മൾ നന്നാവും. നമ്മുടെ ഖൽബൊന്ന് നന്നാക്കാൻ ഒരു പ്രധാന കാരണം അത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത്. അല്ലാഹു പറയുന്നു വഅഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. സുബഹി മുതൽ ഇശാ കൂടിയ 5 വഖത്ത് നിസ്കാരങ്ങളെ ഈ ആയത്ത് 5 വഖത്ത് നിസ്കാരത്തെ പറയുന്നുണ്ട് അതിന്റെ പ്രയോഗങ്ങളിലൂടെ. ഈ ആയത്തിന്റെ ബാഹ്യമായ രീതികളെ പരിശോധിച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ഇനി പഴുതില്ലാന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് കൊണ്ട് വഴിപിഴച്ചു പോയി 3 വഖത്ത് വ്യാഖ്യാനിച്ച ആളാണ് ചേകന്നൂര്. ഈ ആയത്ത് തന്നെ 5ഉം പറഞ്ഞത്. രാവിലെ മുതൽ സുബഹി മുതൽ ഇശാ കൂടിയ 5 വഖത്ത് നിസ്കാരങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്തിനെന്നറിയുമോ? അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് കൃത്യമായി തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി. നിസ്കാരം മരുന്ന് പോലെയാ. എങ്ങനെ? മരുന്ന് നമ്മുടെ ശരീരത്തിനുള്ളതാണ് എങ്കിൽ നിസ്കാരം നമ്മുടെ ഖൽബിനുള്ളതാ. ശരീരത്തിന്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മരുന്ന്. ഖൽബിന്റെ ജീവനാണ് ഈമാൻ. അത് നിലനിൽക്കാൻ ഖൽബിന്റെ മരുന്നാണ് നിസ്കാരം. ഇനി മരുന്ന് കഴിക്കുന്നതിനൊന്ന് ആലോചിക്കൂ. മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിശ്ചയിക്കപ്പെടുന്ന സമയത്ത് തന്നെ കഴിക്കണേ, അല്ലേ? സമയം തെറ്റാൻ പാടില്ല. ആ മരുന്ന് കഴിക്കുന്നുവെങ്കിൽ ആ മരുന്ന് ഫലിക്കണമെങ്കിൽ ചില ആഹാരങ്ങൾ ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്. ഖൽബിന്റെ മരുന്നാണ് ഈമാൻ എന്ന ഖൽബിന്റെ ജീവൻ നിലനിൽക്കാൻ നമ്മൾ നിസ്കാരം എന്ന മരുന്ന് 5 നേരം കഴിക്കണം. 5 നേരം കഴിക്കുമ്പോ ആ നിസ്കാരത്തോട് യോജിക്കാത്ത പലതും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി, ഇശാ നിസ്കരിക്കാൻ വന്നവൻ ചെരുപ്പ് മോഷ്ടിച്ചു കൊണ്ടുപോയത്. ആ മരുന്ന് കൊണ്ട് ഫലമില്ല. ഏത് മരുന്ന്? ഈ കാട്ടുമയിൽ നോക്കണം, അത് നോക്കാതെ പറയും മനുഷ്യന്മാരെ. ഏത് മരുന്നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞേ? അങ്ങനെ ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ രാത്രി വഴുത് കഴിഞ്ഞൊരു റോഡിന്റെ നടക്കൊരു വെള്ളിമൂങ്ങ. എന്ത് ചെയ്താ അത് മാറുന്നില്ല. നല്ല രസം. ആ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോ അതിന്റെ തിളക്കവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ചില സമയത്ത് ഇങ്ങനെ മുയൽ വന്ന് നിൽക്കും റോട്ടില്. ഒരു നോട്ടം ഉണ്ടാവും. മുയലിനെ പിടിക്കാറും ഒരു നോട്ടമുണ്ട്, തുറിച്ചൊരു നോട്ടം. നിങ്ങളിങ്ങനെ നോക്കരുത് കേട്ടോ, പേടിയാവാ. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് പോകണമെന്ന് ഓർത്താ ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാവരും വന്നേക്കാം. പിന്നെ എങ്ങനെ വേഗം പോവാ? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇൻഷാ അല്ലാഹ്. ഏത് മരുന്നിന്റെ കാര്യം പറഞ്ഞത്? നിസ്കാരം. എത്ര നേരം മരുന്ന് കഴിക്കണം? 5 നേരം. മരുന്ന് കഴിക്കേണ്ട രൂപം എങ്ങനെയാ? മരുന്ന് കഴിക്കാൻ നേരത്തെ ഡോക്ടർ പറയും ഇന്ന ഭക്ഷണം ഇതിന്റെ കൂടെ പറ്റൂലാട്ടോ, അത് ഒഴിവാക്കേണ്ടി വരും. നിസ്കരിക്കുന്നവനോട് ആ നിസ്കാരത്തിന്റെ നിബന്ധനയാണ് ഇന്ന തെറ്റ് നീ ചെയ്യാൻ പാടില്ലാട്ടോ, ഒരു തെറ്റും പാടില്ല. അത് നിബന്ധന. എന്തുകൊണ്ട്? ഈ നിസ്കാരം ഫലിക്കണമെങ്കിൽ. ആ നിസ്കാരം ഫലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ആ നിസ്കാരം ഫലിക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ ഹൃദയത്തിനാണ്. മറക്കരുത്, ഹൃദയത്തിനേക്കുള്ളതാണ് ഈ നിസ്കാരം. ഹൃദയത്തിന്റെ അകത്ത് ഹൃദയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നിസ്കാരം എന്ന മരുന്ന്. യഥാർത്ഥത്തിൽ ഹൃദയവും നിസ്കാരം തമ്മിൽ നമുക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പണ്ടൊക്കെ ഇന്നാളൊരാൾ പറഞ്ഞു, ഉസ്താദെ പണ്ടൊക്കെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓർമ്മ വരുന്നത് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെയാ. ഇപ്പൊ നിസ്കരിക്കാൻ നിന്ന് ഓർമ്മ തന്നെ അടുത്ത ആഴ്ച മുതൽ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് വരാൻ പോണ കാര്യമെന്നാ.
എല്ലാത്തിനും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമായി നിസ്കാരമായി ബന്ധപ്പെട്ട് നിൽക്കുക. ഹൃദയവുമായി ഒരു ബന്ധമല്ല. ഡോക്ടർ പറഞ്ഞു മരുന്ന് ഫലിക്കണമെങ്കിൽ ഇന്ന സാധനങ്ങൾ ഒഴിവാക്കണം. അപ്പൊ ആ മരുന്ന് ഫലിക്കും. അതോടൊപ്പം ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കേണ്ട സമയത്ത് തന്നെ കഴിക്കണം. ഈ അടുത്ത് കളമശ്ശേരിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു സഹോദരൻ. ആക്സിഡന്റ്, കാറ് മറിഞ്ഞു. എന്താണ് ഇതിന്റെ കാരണം എന്ന് വെച്ചപ്പോ മൂപ്പര് പറയണില്ല, ചിരിക്ക. ഒന്നുമില്ല ഉസ്താദെ, ഞാൻ ഗുളിക കഴിച്ച് മാറിപ്പോയി. എന്താണ്? മൂപ്പര് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കേണ്ട ഗുളിക രാവിലെ ചായ കുടിച്ചിട്ടാ കഴിച്ചത്. അപ്പൊ എങ്ങനെ ഇരിക്കും? വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങിപ്പോവും, കാറ് മറിഞ്ഞു, ഒന്നും പറ്റിയില്ല, പടച്ചാൻ വേണ്ടി വെച്ച്. അപ്പോ മരുന്ന് കഴിക്കേണ്ട മരുന്നിനെ കഴിക്കേണ്ട നേരത്ത് തന്നെ കഴിക്കണം. അഖാമ യുഖീമു എന്നാണ് അതിനെപ്പറ്റി, ആ കഴിക്കേണ്ട നേരത്തെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അഖാമ എന്ന് പറഞ്ഞാൽ നിർത്തേണ്ടടുത്ത് നിർത്താം. ഗൾഫിലൊക്കെ പോയ ആൾക്കൊരു സാധനം കിട്ടില്ല അവിടെ, അതിനെന്താ പറയാ? അവിടെ നിൽക്കാൻ എന്ത് വേണം? ഇക്കാമയാ, അങ്ങനെയാണോ? ഇക്കാമ എന്ന് പറയോ? പറയൂ. ഗൾഫിൽ പോയവരില്ലേ? നിങ്ങൾ ഇരിപ്പ് കണ്ട കൊടുങ്ങല്ലൂർ പോലും നിങ്ങൾ പോയിട്ടില്ല. ഗൾഫിൽ പോയ ഇക്കാമ കിട്ടും. ഇക്കാമ എന്ന് പറഞ്ഞ എന്താ? അത് നമ്മുടെ പള്ളിയിലെ മുക്രിക്കായും ചെയ്യാറുണ്ട്. എന്ത് വാങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? 15 മിനിറ്റ് കഴിയുമ്പോ ഒരു ഇക്കാമ. എന്താ അതിനർത്ഥം? ഇക്കാമ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം, നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഇക്കാമത്ത് കൊടുത്ത എവിടെ നിൽക്കാം? ഇക്കാമത്ത് കൊടുത്ത ഹൗദിന്റെ വീട്ടിലാണ് നിൽക്കുക. എവിടെ നിൽക്കുക? സഫിൽ നിൽക്കണം. ആ നിൽക്കേണ്ടടുത്ത് നിർത്തലാണ് ഈ മല്ലാക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖദ് ഖാമത്തിസ് സ്വലാത്തു, ഖദ് ഖാമത്തിസ് സ്വലാ, നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഈ ഖദ് ഖാമത്തി കഴിയുമ്പോഴാണ് ശരിക്കും ഇമാമ് മിഹ്റാബി കയറാവുള്ളൂ എന്നാ. പക്ഷെ നമ്മളൊക്കെ ആദ്യം തന്നെ കയറിപ്പോ, കാരണം മൊയിലാരില്ലാന്ന് ലീവാണെന്ന് വിധി പ്രഖ്യാപനം വരുമ്പോൾ വേഗം കയറിപ്പോ, പേടിച്ചിട്ട് കയറിപ്പോ. അല്ല ഇന്ന് മൊയിലാരി ലീവാന്ന് പറയും. ഖദ് ഖാമത്തിസ് സ്വലാത്ത്, നിൽക്കേണ്ടടുത്ത് നിൽക്കേണ്ട പ്രഖ്യാപനമാണ് ഈ ഖദ് ഖാമത്തിസ് സ്വലാ. ആ പ്രഖ്യാപനത്തിന് പറയും ഇഖാമ, അത് അവിടെ നിൽക്കാനുള്ളതാ. അങ്ങനെ ഒരു വിദേശ രാജ്യത്ത് നിൽക്കുന്ന ആൾക്ക് ഇഖാമ ആള് നിൽക്കുന്നതിന് പറയുന്ന ആ ഒരു അനുവാദം ഉള്ള ലൈസൻസിനോ മറ്റോ പറയും ഇഖാമ. ഇഖാമത്ത്, ഖായിം എന്ന് പറഞ്ഞാൽ തൂണ്, ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ തൂണിട്ട് കൊടുക്കുക. തൂണ് എവിടെ ഇട്ട് കൊടുക്കുക? അത് ഇടണ്ടോടുത്തിടണം. ഇപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ തൂണുകൾ ഇങ്ങനെ ഉണ്ട്. എല്ലാ തൂണും കൂടി കൊണ്ടുവന്ന് ഒരു സ്ഥലത്തിട്ടു, കുറെ സ്ഥലത്ത് തൂണില്ല. ഇത് നിലനിൽക്കോ? നിസ്കാരം ദീനിന്റെ തൂണാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ദീൻ നിലനിൽക്കണമെങ്കിൽ അത് ഇടണ്ടടുത്ത് ഇട്ട് കൊടുക്കണം. അത് മരുന്ന് പോലെ എങ്ങനെയൊക്കെ നമുക്ക് ഉപമിക്കാൻ പറ്റും? മരുന്ന് കഴിക്കുന്ന പോലെ കൃത്യമായി തന്നെ അതിന്റെ പഥ്യം പാപം ഒഴിവാക്കലാണ്. ഒരു നിസ്കാരമുള്ള മനുഷ്യൻ അങ്ങനെ ചെയ്യൂല. പഴയ കാലത്ത് ഒരു ക്വാളിറ്റി പറയുന്നത് 5 നിസ്കാരമുള്ളവനാണ് കേട്ടോ. 5 നിസ്കാരം. ഈ അടുത്ത കാലത്ത് ഒരു പിതാവിനോട് പറഞ്ഞു, മോൾക്കൊരു പുതിയാപ്പിള വേണം, പൈസ ഒന്ന് അന്വേഷിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെ ആരെങ്കിലും വന്നാൽ തരാം, പക്ഷെ എന്താ നിബന്ധന? ഒറ്റ നിബന്ധന ഉള്ളൂ, ഖുർആൻ ഓതുന്ന ആള് മതി എന്ന് പറഞ്ഞു. അപ്പൊ നിസ്കാരം അതെല്ലാവർക്കും ഉള്ളതല്ലേ? ഖുർആൻ ഓതൽ ഇന്ന് ഇല്ല ആളുകളിൽ. എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കണേ, ഖുർആൻ ഓതുന്ന ആള് വേണം. ഒരു വലിയ കാര്യമല്ലേ പറഞ്ഞത്? നിസ്കാരം ആർക്കില്ലാത്തത് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് 5 വഖത്തും കൃത്യമായി നിസ്കരിച്ചവരാ നമ്മള്. ഇന്ന് ആരൊക്കെ ഖുർആൻ ഓതി? ഹൃദയത്തിന് കറ പിടിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി, ഇന്നൽ ഖുലൂബ തസ്തഉ, ഹൃദയത്തിന് കറ പിടിക്കും. കമാ യസ്തഉൽ ഹദീദു ഇദാ അസാബഹുൽ മാ, വെള്ളം ചെന്ന് കഴിഞ്ഞാൽ, ഈർപ്പമെത്തിയാൽ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ ഹൃദയത്തിന് കറ പിടിക്കും. വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് ഇരുമ്പ് കാഞ്ഞെടുത്താൽ ഇരുമ്പിന്റെ കറ പോകും, തുരുമ്പ് പോകും. മനുഷ്യന്റെ കറ പിടിച്ച മനസ്സ് എങ്ങനെ കടഞ്ഞെടുക്കാൻ, അത് വൃത്തിയാക്കാൻ, ആ തുരുമ്പ് കളയാനുള്ള മാർഗം എന്താ? 2 മാർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. തിലാവത്ത് ഒറ്റക്കിരുന്ന് പാരായണം. രണ്ടാമത്തേത് വകസറത്തു ദിക്രിൽ മൗത്ത്, സ്വന്തം മരണത്തെ ഓർക്കണം. മരണസ്മരണ എന്നല്ല പറഞ്ഞത്, സ്വന്തം മരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.